ഹലോ, ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ലിപ് ലൈനറാണ്. അപ്പോൾ എനിക്ക് ഇന്നാണ് ആമസോണിൽ നിന്ന് ഈ സാധനം കിട്ടിയത് കേട്ടോ. ഇത് കിട്ടിയ പാടും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കിങ്ങനെ കയ്യും കാലൊക്കെ പെരുക്കുകയാണ്. എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും ഈ വീഡിയോ ചെയ്യാമെന്ന്. വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു സമാധാനമൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ ഒരു സമാധാനമല്ല ക്ഷമയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ കിട്ടി ഉച്ച വരെ കാത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് ഏതാന്ന് വെച്ചാൽ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ അതിൻ്റെ മാത്രമേ ലിപ് ലൈനർ ഇത്രയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അധികമൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് എന്തായാലും കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ എന്താക്കി, കുറച്ച് ലിപ് ലൈനർ ഓർഡർ ചെയ്തു, പ്ലസ് കുറച്ച് ലിപ്സ്റ്റിക്ക് 2 ലിപ്സ്റ്റിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയും കൂടെ വരട്ടെ, വന്നിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സാധനം 3 ലിപ് ലൈനേഴ്സാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ, എല്ലാവരും ലിപ് ലൈൻ ചെയ്യാനായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിനല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ലിപ്സ്റ്റിക്കായിട്ട് ഇടാനാണ് ഇഷ്ടം കേട്ടോ. ലിപ് ലൈനർ എനിക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അല്ലാണ്ട് എനിക്കിങ്ങനെ ലൈൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ട് വേറെ ലിപ്സ്റ്റിക്ക് ഇടുക, ഞാൻ അത്രയും അങ്ങനെയൊന്നുമല്ല. ഞാൻ മടിച്ചായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ് ലൈനർ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും. നല്ലൊരു ലിപ് ലൈനർ തപ്പുന്നവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണോ ചോദിച്ചാൽ അത്യാവശ്യം ഈ ലിപ് ലൈനർ ലിപ്സ്റ്റിക്കായിട്ട് ഇടുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് കുറച്ച് നേരം നിൽക്കും. പിന്നെ നല്ല കളറായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ 2-3 ലിപ് ലൈനർ മിക്സ് ചെയ്തിടും. ഇങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ ഉണ്ടായിരുന്നു. അത് പണ്ട് ഞാൻ മേടിച്ചു. അതിനുശേഷം ഞാൻ ആ ഷെയ്ഡ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ഒരു 5 ഓർഡർ ചെയ്ത് 5 1 എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എഗെയിൻ 2 കൂടി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെന്താ പറയാനുള്ള, ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ലേ ഗൈസ്, ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഓഫീസിൽ ഇരുന്നിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഈ ഓർഡർ കയ്യിൽ കിട്ടി. പിന്നെ എനിക്കൊരു സമാധാനമില്ല. വീട്ടിൽ ചാക്കോച്ചൻ്റെ മമ്മിയും പിന്നെ സിസ്റ്ററും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല. എടുത്താൽ ഭയങ്കര ശബ്ദം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓഫീസിൽ നമ്മൾ ചായ കുടിക്കുന്ന ചെറിയൊരു റൂമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കരുത്, എന്നെ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്കും ലിപ് ലൈനർ മാത്രം ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ലിപ്സ്റ്റിക് ലിപ് ലൈനർ. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു 3 കളർ ലിപ് ലൈനർ കാണാൻ പോവാണ്. അത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 69 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനുള്ള മീൻസ് 69 രൂപയ്ക്ക് ഒരിക്കലും ഒരു ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു കളർ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, മഴയും ഇതൊക്കെ ആയിട്ട് ഒരു ഉഷാറില്ല കേട്ടോ. കുറച്ച് തൊണ്ടവേദന, പനി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ എന്താ അവസ്ഥ? നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. നിങ്ങളെന്താ ഒന്നും ഷെയർ ചെയ്യാത്ത, കമ്പനി ആവാത്തത്? നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ രസമായേനെ. ഒന്നും കൂടെ എല്ലാവരുമായിട്ടൊന്ന് അടുക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1000 ആവാനുള്ള ഇങ്ങനെ തയ്യാറെടുപ്പിലാണ്. ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ 1000 ആക്കി തരിക. ചുമ്മാ പറഞ്ഞ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ 3 കളർ ഓർഡർ ചെയ്തതിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ചെറി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള 06. അതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ലിപ്പിലിട്ടേക്കുന്ന കളർ. ഒന്നും കൂടി ഇട്ട് കാണിച്ചു തരാം. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്യൂബറുണ്ട്,
അവൾ ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ എന്താ പറയുക ഫുഡ് കഴിക്കുന്ന ആ ഒരു വീഡിയോസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവളുടെ ഒരു വീഡിയോ കണ്ടു ഞാൻ, ഈ ഒരു ഷെയ്ഡ് അവൾ യൂസ് ചെയ്യുന്നത്. അവളുടെ യൂട്യൂബ് ചാനൽ നെയിം എനിക്ക് കിട്ടുന്നില്ല, ആളുടെ പേര് ഖദീജ എന്നാണ്, അങ്ങനെ എന്തോ തന്നെയാണ് യൂട്യൂബ് ചാനൽ. പക്ഷെ എനിക്കിഷ്ടമാണ് അവളെ. അവളുടെ ലിപ്സ്റ്റിക്ക് കളർ സെലക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കാണും അവളിങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൊതിയോടെ നോക്കിപ്പോകും. അത്രയും നല്ല രസത്തിൽ അവൾ ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് നോർമലി ഇഷ്ടപ്പെട്ടിട്ട് ഞാനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലും ഈ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ അവളൊരു ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അതേപോലെ അവൾ എനിക്കൊന്ന് ഭയങ്കര ജെനുവിനായിട്ട് ഇടുന്ന ഒരാളാട്ടോ, എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. എനിക്ക് അവളെ പരിചയമില്ല, അവൾക്ക് എന്നെ അറിയത്തോലും ഉണ്ടാവില്ല. അപ്പോൾ അവളിങ്ങനെ ഇട്ടത് കണ്ടപ്പോൾ ഞാൻ എന്താക്കി, ആ സാധനം തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നോക്കിയപ്പോൾ അതായിരുന്നു. ഇതിപ്പോൾ വന്ന് ഞാനത് ലിപ്പിലിട്ടപ്പോൾ എക്സാക്ട് ആ കളർ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എന്തായാലും ഒന്നും കൂടെ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഗെയിൻ 2 എണ്ണം കൂടെ ഓർഡർ ചെയ്തു. അതാണ് 5 എണ്ണം എന്ന് ഞാൻ പറഞ്ഞത്. 3 വെറൈറ്റി ഷെയ്ഡാണുള്ളത്. ഈ 06 ചെറി ബ്രൗൺ എന്ന് പറയുന്ന ഈ ലിപ്സ്റ്റിക്ക്, ചെറി ബ്രൗൺ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഞാൻ എഗെയിൻ ഒരു 2 എണ്ണം കൂടെ ഓർഡർ ചെയ്തു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഈ കളറ് നമ്മളിപ്പം സ്കിൻ ടോൺ കുറച്ച് ഡാർക്കായിട്ടുള്ളവർക്കാണെങ്കിലും ചേരും. കാരണം ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാണ്. ഇങ്ങനെ ന്യൂഡായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചുണ്ടെടുത്ത് കാണിക്കുന്ന ആ ഒരു കളറല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ അപ്ലൈയിങ്ങിൽ കുറച്ച് അപാകതകൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മിറർ ഇല്ലാതെ ഇരിക്കുകയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ട് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈയുടെ ലിപ്പിൻ്റെ കളർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കുഴപ്പമില്ല, എന്നാലും ഞാൻ കയ്യിൽ വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഏകദേശം കളർ ഇതാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകുമൊന്നുമില്ല കേട്ടോ. കണ്ടോ? ഇതാണ് കളറ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ശരിക്കും നല്ല രസമുണ്ട്, ഞാൻ തമാശ പറയുന്നതല്ല. പിന്നെ ഓർഡർ ചെയ്തതാണ് സാൻഡി പിങ്ക് 13. അപ്പോൾ ഇത് സാൻഡി പിങ്ക് 13 കേട്ടോ, 30 അല്ല 13 ഈ ഒരു കളറും നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് നേരത്തെ കാണിച്ച കളറാണ് ഫേവറേറ്റ് ആയത് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കളറ് മനസ്സിലാവുമെങ്കിൽ തോന്നുന്നു. ഇങ്ങനെ ടിഷ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ടിഷ്യൂ ഒക്കെ നമ്മൾ വീട്ടിലാണല്ലോ, നമ്മളിപ്പോൾ വീട്ടിലല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ ഞാൻ കയ്യിൽ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കളറ്. ഇതൊരു പിങ്ക് തന്നെയാണ് കേട്ടോ, ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഇതിപ്പോൾ പിങ്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ പിങ്ക് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ, പക്ഷെ ഒരു ന്യൂഡായിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളറാണ് കേട്ടോ. ഇത് നല്ല കട്ടിയിലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ഇടാൻ പറ്റുന്ന കളറാണ്. അടിപൊളി കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ പെട്ടെന്നൊന്നും ലിപ്പിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. എനിക്കൊരു ഇറിറ്റേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ഡ്രൈനെസ് ഒന്നും തോന്നുന്നില്ല. നല്ല കളറ്, നല്ലൊരു കംഫേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മെറൂൺ 2 ആണ് കേട്ടോ. മെറൂൺ 2 ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആദ്യം ഇട്ട ലിപ്പ് ലൈനറിൻ്റെ മേലെ നമ്മൾ ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ കയ്യിൽ തന്നെ വരച്ച് കാണിക്കാം. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? 69 രൂപയുള്ളൂ. 69 രൂപയ്ക്ക് എന്താ പറയുക, ഇത് അടിപൊളി കളറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്വീ എന്നൊക്കെയാണ് വരുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നിരിക്കുന്ന ഒരു കംഫേർട്ട് കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വീഡിയോയിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ലിപ്പ് ലൈനർ അടിപൊളി ഒരു സാധനമാണ്. നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കാരണം വലിയ റേറ്റ് ഒന്നുമില്ല. പിന്നെ ചിലർ വന്നിട്ട്
കമൻ്റ് ഇടും, ഇത്രയും റേറ്റ് കുറഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. ഞാനിത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതല്ല, ആക്ച്വലി എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങുന്നത്. പക്ഷെ പലരും ചിന്ത നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം ഈ സാധനം മേടിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ പൈസ കളയാൻ ഇഷ്ടമല്ല. ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം സാധനങ്ങൾ വാങ്ങി വെറുതെ പൈസ കളയാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്കിഷ്ടപ്പെട്ടതെന്ന് എനിക്കിഷ്ടപ്പെട്ട മാത്രം. പിന്നെ ഈ പറഞ്ഞ ലിപ് ലൈനർ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും എന്ത് കോസ്മെറ്റിക് ആണെങ്കിലും നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പം അതിൻ്റെതായ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കില്ലെന്നേ. നമ്മൾ എന്ത് സാധനത്തിലും എന്ത് കോസ്മെറ്റിക് എന്ത് കാര്യത്തിലാണെങ്കിലും ഈവൻ കഴിക്കുന്ന മെഡിസിനിൽ പോലും സൈഡ് എഫക്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചിട്ട് നമ്മൾ രോഗം വരുമ്പോൾ കഴിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇഷ്ടമാണ് ഇടാൻ. ചിലവർക്ക് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നതായിരിക്കും ഇടുന്നത്, ചിലവർ ലോ ബഡ്ജറ്റിലായിരിക്കും വാങ്ങുന്നത്, അങ്ങനത്തെ ഇടാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്. കുറഞ്ഞു പോയതുകൊണ്ട് ചുണ്ട് കറക്കുന്നോ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു എമൗണ്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വെറും ഫ്ലോപ്പാണെന്നോ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. കൂടിയത് വാങ്ങിയാലും കുറഞ്ഞത് വാങ്ങിയാലൊക്കെ പോകേണ്ടത് പോകും. എല്ലാത്തിലും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും, അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഇല്ലാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ മേടിച്ചു യൂസ് ചെയ്യുന്നത് അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ വാങ്ങാതിരിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു. എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഇഷ്ടമുള്ള പോലെയൊന്നും വാങ്ങാൻ പറ്റൂല അല്ലേ. ചിലവർക്ക് ചെറിയൊരു എമൗണ്ട് ഉള്ളതൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഫിനാൻഷ്യലും ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ വന്നിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ 2-3 ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും. അധികമൊന്നും വൈകത്തില്ല. ഇനി അടുത്തടുത്ത് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് സ്കിൻ പ്രോഡക്റ്റ് മാറ്റിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അതൊക്കെ എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ പറയാൻ എന്താ ഉള്ളത്, പിന്നെ ഹെയർ പിന്നെ അണ്ടർ ആംസ് ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.